സുവി കേൾക്കാം. ഒരുപാട് പേർക്ക് നാഥനായിരുന്ന രാഷ്ട്രീയത്തിലും സിനിമാ മേഖലയിലുമെല്ലാം ഒരുപാട് പേർ ആരാധിച്ചിരുന്ന ഒരാളാണ് വിടവാങ്ങിയിരിക്കുന്നത്. വിജയകാന്തിന്റെ വേർപാടിൽ അത്രയധികം ജനക്കൂട്ടം അവിടെയുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പൊതുദർശനം ഒക്കെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്? എപ്പോഴാണ്, എവിടെയാണ് സംസ്കാര ചടങ്ങ് നടക്കുന്നത്? ധന്യ, ഇന്ന് രാവിലെ അന്തരിച്ച വിജയകാന്തിന്റെ മരണത്തിൽ കണ്ണീർ പ്രവാഹമാണ് തമിഴകത്ത് ഉള്ളത്. താരത്തിന്റെ മരണത്തിൽ അതീവ ദുഃഖമാണ് ഈ തമിഴക മക്കൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നോക്ക് അദ്ദേഹത്തെ അവസാനമായി കാണാൻ ജനപ്രവാഹമാണ് ഈ DMDK ഓഫീസിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈയിലെ DMDK ഓഫീസിലാണ് ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ വെച്ചിരിക്കുന്നത്. വിജയകാന്തിന്റെ മക്കൾ ഈ പൊതുദർശന ചടങ്ങിൽ അദ്ദേഹത്തോടൊപ്പം അവിടെ ആ മൃതശരീരത്തോടൊപ്പം ഉണ്ട്. മക്കളായ ഷൺമുഖം പാണ്ഡ്യൻ, വിജയ് പ്രഭാകർ എന്നിവർ DMDK ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും അതീവ ദുഃഖത്തോട് വൈകാരികമായ രംഗങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നെഞ്ചുപൊത്തി കരയുന്ന തമിഴ് നാട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കും. വലിയ വിടവാങ്ങൽ, വിജയകാന്തിന്റെ മരണത്തിൽ വലിയ ദുഃഖമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന് അല്പസമയം മുമ്പാണ് MK സ്റ്റാലിൻ അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. രജനീകാന്ത് വേട്ടയാടൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലായിരുന്നു. ആ ഷൂട്ടിംഗ് നിർത്തിവെച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങിയ പ്രതിഭയായിരുന്നു എന്നാണ് ജൂനിയർ NTR അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. ഒരു യുഗത്തിന്റെ അന്ത്യമെന്നാണ് രമ്യ സുബ്രഹ്മണ്യൻ വിജയകാന്തിനെ ഓർത്തെടുക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ അവസാനമായി കാണാൻ ആരാധകരുടെയും അനുയായികളുടെയും ഒഴുക്കാണ് ഉള്ളത്. DMDK ഓഫീസിൽ ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സുഹൃത്തായിരുന്നു, നല്ല മനുഷ്യനെയാണ് നഷ്ടപ്പെട്ടത് എന്നാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സ് എന്ന സംഘടന സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ച് ട്രൂ ലീഡർ നഷ്ടപ്പെട്ടു എന്നാണ് കുറിച്ചിരിക്കുന്നത്. വിശാലടക്കമുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലും വൈകാരികമായാണ് താരത്തെ ഓർത്തെടുക്കുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ തമിഴക മക്കൾ DMDK ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ണീർ പ്രവാഹമാണ് ഉള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ പൊതുദർശന ചടങ്ങുകൾ ഇന്ന് നടക്കും. നാളെ രാവിലെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധന്യ, സുവി, ഇദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് വരാം. സിനിമകളെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഇത്രയധികം ആരാധകരെ ഉണ്ടാക്കുക, 80-90 കാലഘട്ടത്തിലൊക്കെ അത്രയും ആളുകൾ മത്സരിച്ചിരുന്ന നടന്മാർ മത്സരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ആളുകളെ ഉണ്ടാക്കി. അത് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും എടുത്തു നോക്കിയാൽ അറിയാം. അന്ന് എന്തായിരുന്നു പ്രേക്ഷകർക്ക് ആവശ്യം? ഈ സർക്കാരിനോടാണെങ്കിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ചോദ്യം ചെയ്യുന്ന ആളായി നിൽക്കുക, പ്രശ്നമുണ്ടാക്കി നീതി തേടിക്കൊടുക്കുന്ന ആളായി നിൽക്കുക, കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ചിത്രങ്ങളിൽ അഭിനയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തി. മിക്ക ചിത്രങ്ങളും ഒരേ ജോണറിൽ വരുന്ന സിനിമകളാണെങ്കിൽ പോലും അതിൽ വ്യത്യസ്തതയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെതായ ആ സമയങ്ങളിൽ വലിയ ഹിറ്റായിട്ടുള്ള പാട്ടുകളെല്ലാം അഭിനയിച്ചിരുന്ന ഒരു നായകൻ. അത്തരത്തിൽ നോക്കുമ്പോൾ അതെല്ലാം അദ്ദേഹം ജീവിതത്തിലേക്കും പകർത്തിയിട്ടുണ്ട്. സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എത്രത്തോളം വിജയകാന്ത് എന്ന ഒരു മനുഷ്യനെ സിനിമയിൽ നിന്ന് എന്തൊക്കെയാണ് നേടിക്കൊടുത്തിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങളുണ്ട്. സൂപ്പർ സ്റ്റാർ എന്നതിലേക്ക് അദ്ദേഹം എത്തിയ ചിത്രങ്ങളുണ്ട്. ക്യാപ്റ്റൻ എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ച ചിത്രങ്ങളുണ്ട്. അപ്പോൾ സിനിമാ ലോകത്തെ സംബന്ധിച്ച് എത്ര വലിയ നഷ്ടമാണ് ഒരു കലാകാരൻ കൂടിയായ ഒരു നേതാവില്ലാതാകുമ്പോൾ? ധന്യ, വലിയ നഷ്ടമാണ് സിനിമാ താരം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ഉണ്ടാക്കുന്നത്. ആ വിടവാങ്ങൽ നികത്താൻ സാധിക്കുമോ എന്നൊരു ദുഃഖം തന്നെയാണ് നമുക്ക് ഇവിടെ DMDK ഓഫീസിൽ എത്തിച്ചേരുന്നവരുടെ കണ്ണുകളിൽ നിന്നും വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. 1979 ഒരു വില്ലനായിട്ടാണ്, ഒരു വില്ലൻ കഥാപാത്രം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വെള്ളിത്തിരയിൽ എത്തുന്നത്. എനിക്കും ഇളമേ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രത്തിന്റെ പേര്. അതിൽ വില്ലനായിട്ടായിരുന്നു വിജയകാന്ത് വെള്ളിത്തിരയിൽ എത്തിയത്. അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 1981 നട്ടം ഒരു ഇരുട്ടറൈ എന്ന ചിത്രത്തിൽ നായകനായി തന്റെ സാന്നിധ്യം അറിയിച്ചു. 100ാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന ചിത്രം തമിഴ് സിനിമയിലെ
ക്ലാസിക് ആണ്. ഒരു വർഷം 18 ചിത്രങ്ങൾ പൂർത്തിയാക്കുക എന്നൊരു റെക്കോർഡ് കൂടെ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു. 1994 അദ്ദേഹത്തിന് MGR പുരസ്കാരം, നിരവധി പുരസ്കാരങ്ങളും വിജയകാന്തിനെ തേടി എത്തിയിട്ടുണ്ട്. 1994 MGR പുരസ്കാരം, 2001 കലൈമാമണി പുരസ്കാരം, ബെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ പുരസ്കാരം, 2009 ടോപ്പ് 10 ലെജൻഡ്സ് ഓഫ് തമിഴ് സിനിമ, 2011 ഓണററി ഡോക്ടറേറ്റ് എന്നിവ വിജയകാന്തിന് ലഭിച്ചിട്ടുണ്ട്. 2005 സെപ്റ്റംബർ 14 അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് വരുന്നത്. ദേശീയ മുൻപോക്ക് ദ്രാവിഡ കഴകം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. അന്ന് തൊട്ട് അതായത് 2005 മുതൽ അദ്ദേഹം തമിഴ് രാഷ്ട്രീയ രംഗത്ത് വലിയ ഒരു കുലപതി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന വേറിട്ടൊരു സാന്നിധ്യം തന്നെയായിരുന്നു. ജയലളിതയുടെ കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ രംഗത്തും ഒരു വേറിട്ട ശബ്ദമായി അദ്ദേഹത്തിന് നിലയുറപ്പിക്കാൻ കഴിഞ്ഞു. ഏതായാലും വിജയകാന്ത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നത്. നവംബർ 18 അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു. പിന്നീടാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ വാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ DMDK എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദവി അദ്ദേഹത്തിന്റെ ഭാര്യയെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് വീണ്ടും അസുഖം മൂർച്ഛിച്ച് ആശുപത്രിയിൽ എത്തുകയും മറ്റും ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വിയോഗം ഇന്ന് രാവിലെയാണ് നടന്നത്. ഏതായാലും വലിയ ജനപ്രവാഹമാണ് വിജയകാന്തിന്റെ പൊതുദർശന ചടങ്ങുകൾ നടക്കുന്ന DMDK ഓഫീസിൽ ഉള്ളത്. വലിയ കണ്ണീരോടുകൂടി അദ്ദേഹത്തിന് വിട നൽകുന്ന കാഴ്ചകളാണ് കാണുന്നത്. തമിഴകം അതീവ വൈകാരികമായി തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടിയെത്തുന്ന കാഴ്ചകളാണ് നമുക്ക് DMDK ഓഫീസിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ധന്യ, അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം വലിയ രീതിയിൽ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ആ രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ കൂടി വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും വളരെ നിർണായക ഘട്ടങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിച്ചു. അദ്ദേഹം 2 തവണ നിയമസഭയിലെത്തി പ്രതിപക്ഷ നേതാവായിരുന്നു. അത്തരത്തിലൊരു അലയൻസിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചു. അപ്പോൾ അത്രത്തോളം സ്ട്രോങ്ങും അത്രയും തന്നെ പ്രവർത്തകരും പിന്നിലുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് എവിടെയൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഇത്രയധികം ആളുകളെ കാണുമ്പോൾ അദ്ദേഹം എത്ര വലിയ നേതാവായിരുന്നു എന്നതിന് വേറെ നമ്മളൊന്നും പറയേണ്ടതില്ല. കാരണം അത്രയും ജനങ്ങൾ തടിച്ചുകൂടുന്നു. രാവിലെ മുതൽ കരഞ്ഞുകൊണ്ട് ചെന്നൈയിലെ വസതിക്ക് മുമ്പിലൊക്കെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. അപ്പം മനുഷ്യസ്നേഹി എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്? ധന്യ, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വിജയകാന്ത് മാത്രമാണ് ജയിച്ചത്. 2011 AIADMKയുമായി സഖ്യമുണ്ടാക്കിയ DMDK 40 സീറ്റിൽ മത്സരിച്ച് 29 എണ്ണത്തിൽ വിജയിച്ചിരുന്നു. 2011 മുതൽ 2016 വരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അതോടെ തമിഴ് രാഷ്ട്രീയത്തിലെ ശക്തൻ എന്ന് വിളിക്കപ്പെട്ടെങ്കിലും പിന്നീട് വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ അദ്ദേഹത്തിന് ആവർത്തിക്കാനായില്ല. ഏതായാലും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി അദ്ദേഹം സഖ്യമുണ്ടാക്കി എങ്കിലും അത് തിരിച്ചടിച്ചു. മത്സരിച്ച 14 സീറ്റിലും അദ്ദേഹം പരാജയപ്പെട്ടു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കോയുടെ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം, CPM CPI വിടുതലൈ ചിരുത്തൈകൾ കക്ഷി എന്നിവയുമായി സഖ്യമുണ്ടാക്കി. പക്ഷേ മത്സരിച്ച 104 സീറ്റിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതോടെ തമിഴക രാഷ്ട്രീയത്തിൽ വിജയകാന്തിന്റെയും DMDKയുടെയും സ്വാധീനം ദുർബലമാവുകയായിരുന്നു. അനാരോഗ്യം മൂലം കുറെ കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് വിജയകാന്ത്. അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ക്ലാസിക് ചിത്രങ്ങൾക്ക് പുറമെ സിവപ്പ് മല്ലി, ജാതിക്കൊരു നീതി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ ക്ഷോഭിക്കുന്ന യുവാവിനെ തമിഴ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. നാടിനെ സ്നേഹിക്കുന്ന, നാട്ടുകാർക്ക് നല്ലത് മാത്രം ചെയ്യുന്ന, നാടിനും കുടുംബത്തിനുമായി എന്തു ത്യാഗവും ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ പുരട്ചി കലൈഞ്ചർ എന്ന വിശേഷണവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു പരാജയം, അതായത് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു രീതിയിലേക്കുള്ള വളർച്ച ഉണ്ടായില്ല എങ്കിൽ കൂടിയും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇടം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കും
എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കനത്ത ജനപ്രവാഹം വളരെ പണിപ്പെട്ടാണ് പോലീസുകാർ ആരാധകരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള ആൾക്കൂട്ടമാണ് DMDKയുടെ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണീർ പ്രവാഹമാണ്. ഒരു കാലത്തെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അവസാനമായി അവർ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. നാളെയാണ് സംസ്കാരം. ഈ പൊതുദർശന ചടങ്ങുകൾ ഇന്ന് തുടരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ഒരു ജനപ്രവാഹം തന്നെയാണ് DMDK ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കാൻ സാധിക്കില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടു. പലതവണ ആളുകൾ നെഞ്ചടിച്ച് കരയുന്നതും പൊട്ടിക്കരയുന്നതും അതീവ വൈകാരികമായി പ്രതികരിക്കുന്നതും കണ്ടു. വിജയകാന്തിന്റെ ഒരു വിയോഗം ഇപ്പോഴും ആരാധകർക്ക് മരിച്ചു എന്ന വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്ക് ശേഷവും ആ ഒരു വിയോഗം ഉൾക്കൊള്ളാനാവാത്ത തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങളുമായിട്ടാണ് ആളുകൾ ഇപ്പോഴും DMDK ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പൊതുദർശന ചടങ്ങുകൾ ഇപ്പോൾ തുടരുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നടന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് തമിഴക മക്കൾ. ധന്യ.